ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. മൂന്നാർ ഉടുമ്പൽപെട്ട് റൂട്ടിലാണ് നമ്മളുള്ളത്. മൂന്നാർ ഏകദേശം ഒരു 24 കിലോമീറ്റർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ലക്കം വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, ലക്കം വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ കണ്ണൻദേവൻ ഹിൽസ്, അതായത് കണ്ണൻദേവൻ മലനിരകൾ, ഇവിടെ ജാഗ്രണ്ട പൂക്കൾ പൂത്തിട്ടുണ്ട്. അത് കാണാനായിട്ട് നമ്മൾ വന്നിട്ടുള്ളതാണ്. ജാഗ്രണ്ട പൂക്കൾ അറിയാം, മൂന്നാറിൽ നീലക്കുറിഞ്ഞി പൂക്കുന്നത് പോലെ തന്നെ മനോഹരമായൊരു കാഴ്ചയാണ് ജാഗ്രണ്ട പൂക്കുമ്പോൾ. അതായത് നല്ല നീല കളറിൽ ഇങ്ങനെ പൂത്ത് ഭംഗിയായിട്ട് നിൽക്കുവാണ്. തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു പച്ചപ്പിനിടയ്ക്ക് ഈ ഒരു നീല കളറിൽ ഇത് പൂത്ത് നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടുപുറകിലായിട്ട് ഈ ഒരു ജാഗ്രണ്ട പൂക്കൾ പൂത്ത് നിൽപ്പുണ്ട്. അപ്പം ഈ ഒരു ജാഗ്രണ്ട പൂക്കളുടെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ജാഗ്രണ്ട പൂക്കൾ മൂന്നാറിൽ എല്ലാ വേനൽക്കാലത്തും പൂക്കാറുള്ളതാണ്. അപ്പം അത്യാവശ്യം ഇപ്പോൾ നല്ല ചൂടാണ് എല്ലായിടത്തും. അപ്പം മൂന്നാർ വരാനായിട്ട് പറ്റിയൊരു ക്ലൈമറ്റ് കൂടിയാണിത്. കാരണം നാട്ടിൽ എല്ലായിടത്തും നല്ല ചൂടാണ്. അപ്പം മൂന്നാറിൽ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, നല്ലൊരു ക്ലൈമറ്റാണ്. അതായത് അധികം മഞ്ഞോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മൂന്നാറിൽ എല്ലാ സ്ഥലങ്ങളും കാണാനായിട്ട് പറ്റും. അപ്പം ഇതുപോലെയുള്ള ജാഗ്രണ്ട പൂക്കൾ പൂത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം കാണാനായിട്ട് മൂന്നാറിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മൂന്നാർ വരുമ്പം അടുത്തുള്ള, അതായത് വെറും 24 കിലോമീറ്റർ മൂന്നാറിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജാഗ്രണ്ട പൂക്കൾ പൂത്ത് നിൽക്കുന്ന കാഴ്ച, അല്ലെങ്കിൽ ജാഗ്രണ്ട വ്യൂ പോയിന്റ് എന്ന് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് പറ്റും. അപ്പം കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ പുറകിൽ ജാഗ്രണ്ട പൂക്കൾ കാണാം. അപ്പം ജാഗ്രണ്ട പൂക്കളുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം. ഞാനും ഗൂഗിൾ നോക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ഉള്ളത് കൂടുതലുള്ളത് ഈ ഒരു ബ്ലൂ കളർ മരമാണ്. അത് നോക്കി എന്ത് മനോഹരമായൊരു കാഴ്ചയാണ്. നമ്മൾ ഇത്രയും ദൂരം വന്ന് ഏതായാലും വേസ്റ്റ് ആയിട്ടില്ല. നല്ല അടിപൊളി വ്യൂ ആണ്. ഈ ഒരു മരങ്ങൾ ഈ ഒരു തേയിലയുടെ ഇടയ്ക്ക് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് എന്ത് ഭംഗിയാണല്ലേ. തൊട്ട് താഴെയായിട്ട് നമ്മുടെ ആളുകൾ തേയിലയൊക്കെ നുള്ളുന്നുണ്ട്. നമുക്ക് ഈ ഒരു റോഡും ഈ ഒരു വ്യൂവും കൂടി കിട്ടുമ്പോൾ ഉള്ള ഒരു കാഴ്ചയുണ്ടല്ലോ, അതൊരു മനോഹരമായൊരു കാഴ്ച തന്നെയാണ്. ഇതൊരു വല്ലാത്തൊരു കഥയാണെന്ന് പറയുന്നത് മനോഹരമായൊരു കാഴ്ച തന്നെയാണത്. അപ്പം ഈ ഒരു സംഭവം നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടി വരും. ഉടുമ്പൽപെട്ട് റോഡാണ്. ഉടുമ്പൽപെട്ട് റോഡിൽ ഒരു 30 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു ജാഗ്രണ്ട മരങ്ങൾ പൂത്ത് നിൽക്കുന്ന കാഴ്ച ഇനി ഒരു 2 മാസത്തേക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് ഏതായാലും മുമ്പോട്ട് പോയി നോക്കാം. ഇറക്കമാണ്, അതുകൊണ്ട് തന്നെ വണ്ടി നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടു. നോക്കൂ, എത്ര മനോഹരമായൊരു വ്യൂ ആണിതൊന്ന്. ഇപ്പോൾ ഇതിലോട്ട് KSRTC കൂടി കയറി വരുവാണെങ്കിൽ നല്ലൊരു സീനായിരിക്കും ഇത് കാണാനായിട്ട്. ഈ മരങ്ങളെല്ലാം കണ്ടോ, നല്ല പൂത്ത് നിൽക്കുകയാണ്. കുറേ പൂക്കൾ കൊഴിഞ്ഞു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ഏകദേശം 2 മാസക്കാലത്തോളം ഈ ഒരു പൂക്കൾ ഇങ്ങനെ തന്നെ നിൽക്കുമെന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ഇവിടെ അതല്ലാതെ തന്നെ ഒരു ചുമലപ്പൂ ഉണ്ടാകുന്ന മരം ഉണ്ടല്ലോ, ഇതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല. നിറയെ ചുമലപ്പൂ ഉണ്ടാകുന്ന ഇതും ഉണ്ട് ഇവിടെ. അപ്പം നിറയെ ഇത് നമ്മുടെ തേയിലയ്ക്ക് തണൽ മരങ്ങളായിട്ട് വെച്ചേക്കുന്നതാണ്. ഇതിൻ്റെ നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിനടുക്ക് ചൗക്ക, ഞങ്ങളിവിടെ ചൗക്ക എന്നാണ് പറയുന്നത്. നിങ്ങളിതിന് എന്താണ് പറയുന്നത് അറിയില്ല. ഈ തേയിലയുടെ ഇടയ്ക്ക് നിൽക്കുന്ന മരത്തിന് ചൗക്ക എന്നാണ് പറയുന്നത്. ചൗക്ക മരങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ജാഗ്രണ്ട മരങ്ങളാണ്. പിന്നെ തണലിന്, അതായത് ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു 5-6 അടി പൊക്കത്തിലേക്ക് വളർന്നിട്ട് പിന്നെ പടരും അങ്ങോട്ട്. അതായത് ഇങ്ങനെ പിന്നെ പടർന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഈ തേയിലയ്ക്ക് അത്രയും നല്ല തണലായിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു മരങ്ങൾ ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള കാരണം. പിന്നെ ഈ മരങ്ങൾ ആര് വെച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാരാണ് ഈ മരങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. കാരണം ആൾ വിദേശിയാണ്. ബ്രസീലോ എന്തോ ആണ് ജന്മദേശം. ബ്രസീൽ അല്ലെങ്കിൽ പോലും ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സ്പീഷീസ് അല്ല ഇത്. അപ്പോൾ ഇപ്പം നിലവിൽ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് ബ്രിട്ടീഷുകാരിവിടെ കൃഷി ചെയ്യാനായിട്ട്, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അവരാണല്ലോ ഇവിടെ തേയിലയെല്ലാം വെച്ചത് മൂന്നാറിൽ. ആ കൂടെ തന്നെ അവർ തണൽ മരമായിട്ട് വെച്ച മരങ്ങളാണ് ഇന്ന് ഈ പൂത്ത് നിൽക്കുന്ന ജാഗ്രണ്ട മരങ്ങൾ. കണ്ടോ, ഇവിടെ ഒരു മരം റോട്ടിൽ നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്ന നോക്കി, എന്ത് രസമാണല്ലോ കാണാൻ. നമുക്കതിലും കുറച്ചും കൂടി മുമ്പോട്ട് പോയി നോക്കാം, കാഴ്ചകൾ എന്താണെന്നുള്ളത് കണ്ടു നോക്കാം. ആരും ബ്രിട്ടീഷുകാർ നമ്മളോടെല്ലാം ചെയ്ത ദ്രോഹമാണെങ്കിലും മൂന്നാറിനെ സംബന്ധിച്ച് ബ്രിട്ടീഷുകാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഇന്നത്തെ മൂന്നാർ എന്ന് പറയുന്ന ഇത്രയും ആളുകൾ വരുന്ന ടൂറിസ്റ്റ് സാധ്യതകളുള്ള ഒരു സ്ഥലമാക്കി മാറ്റിയത് ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ തന്നെയാണ്. അവരുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കുണ്ടളവല്ലി റെയിൽവേ പോലെയുള്ള സംവിധാനങ്ങൾ പിന്നീട് അങ്ങോട്ട് നശിച്ചു പോവുകയാണ് ഉണ്ടായത്. ഇന്നും അതിന് ശേഷം അതിന് പകരക്കാരനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കാനായിട്ട് നമുക്കോ നമ്മുടെ നാട് ഭരിക്കുന്ന സർക്കാരുകൾക്കോ ആർക്കും ആയിട്ടില്ല എന്നുള്ളത്
ഭയങ്കര നിരാശാജനകമാണ്. എന്താണല്ലേ, കുണ്ടളവാലി റെയിൽവേക്ക് ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ ഊട്ടിയിലെ ടോയ് ട്രെയിനൊക്കെ പോലെ മൂന്നാർ വളരെ നല്ല ഒരു വിനോദസഞ്ചാരം, ഇപ്പോഴും മോശമാണെന്നല്ല, കുറച്ചും കൂടി സാധ്യതകളുള്ള ഈ ഒരു മൂന്നാറിൻ്റെ സാധ്യതകൾ ഇപ്പോഴും സർക്കാർ ശരിക്കും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പേഴ്സണൽ അഭിപ്രായമാണ്. ഏതായാലും നമ്മുടെ നല്ല ജാഗ്രണ്ട മരങ്ങളുടെ ആ ഒരു വ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ അവൈലബിൾ ആണ്. ജാഗ്രണ്ട വ്യൂ പോയിൻറ്റ് കണ്ണന്തേൻ ഹിൽസ് എന്നുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മൂന്നാറിൻ്റെ ആ ഒരു പച്ചപ്പും ഈ ഒരു ഇലകളുടെ മഞ്ഞ കളറും ഒപ്പം ഒരു നീല കളറും കൂടി അങ്ങ് വരുമ്പോഴത്തേക്കും ആ ഒരു കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതായത് ഒരു ഗ്രാഫിക് ഡിസൈനർ ഒരു പോസ്റ്റർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു കളർ കോമ്പിനേഷൻ അതേപടി ചെയ്തു വെച്ചിരിക്കുകയാണ്. പ്രകൃതി തരുന്ന ഏറ്റവും നല്ല ഒരു ഡിസൈനായിട്ട് നമുക്കതിനെ കാണാനായിട്ട് പറ്റും. എന്ത് ഭംഗിയാണല്ലോ കാണാനായിട്ട്. ഇവിടെ ഒരുപാട് പേര് ബൈക്കിൽ വന്ന കുറച്ച് യാത്രക്കാരാണ്, അവർ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പോകുന്നുണ്ട്. ഒരുപാട് പേര് ഇതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നു. ഈ നിൽക്കുന്ന തേയില ഉണ്ടോ, തേയിലയുടെ ഇടയിലെല്ലാം ആ പൂ വീണ് കിടക്കുകയാണ്. ഈ തേയില നുള്ളി എടുത്തിട്ട് കുറച്ച് നാളെ ആയുള്ളെന്ന് തോന്നുന്നു. അങ്ങനെ അന്ന് തണൽ മരങ്ങളായിട്ട് വെച്ച ജാഗ്രണ്ട പൂക്കളാണ് ഇന്ന് ഈ ഒരു ഭംഗി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയൊരു 2 മാസക്കാലത്തേക്ക് ഈ ഒരു കാഴ്ച ഇതുപോലെ തന്നെ ഉണ്ടാവും. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കാഴ്ച കാണാനായിട്ട് പറ്റും. മൂന്നാറിൽ നിന്ന് ഒന്നുകൂടി പറയാം, മൂന്നാറിൽ നിന്ന് ഉടുമ്പൽപേട്ട് പോകുന്ന വഴിയാണിത്. മൂന്നാറിൽ നിന്ന് ഏകദേശം 30-35 കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് പറ്റുക. അപ്പം ഈ ഒരു സ്ഥലം മാത്രമല്ല, കാന്തല്ലൂർ പോകുന്ന വഴി അല്ലെങ്കിൽ കോവിലൂറൊക്കെ പോകാനായിട്ട് നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അല്ല ബസ്സിനാണ് വരുന്നതെങ്കിൽ നമ്മുടെ എറണാകുളത്ത് നിന്നുള്ള NMS LMS ഈ 2 ബസ്സുകളും ഈ ഒരു റൂട്ടിലൂടെയാണ് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഈ കാഴ്ച കണ്ട് നിങ്ങൾക്ക് ആ ഒരു ബസ്സിന് എറണാകുളത്ത് ഏകദേശം ഒരു 100, 180, 200 രൂപയ്ക്ക് താഴെ ടിക്കറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, കൃത്യമായിട്ട് അറിയില്ല. ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിലിരുന്നുകൊണ്ട് ഈ ഒരു കാഴ്ച കാണാം. അതല്ലെങ്കിൽ ഒരുപാട് KSRTC ബസ്സുകളും ഇതുവഴി സർവീസ് നടത്തുന്നുണ്ട്. എറണാകുളത്തു നിന്നും അടിമാലിയിൽ നിന്നും അല്ല, മൂന്നാർ വന്നാൽ ഉടുമ്പൽപേട്ടിന് എപ്പോഴും KSRTC ബസ് സർവീസുകളുണ്ട്. അപ്പം ഈ ഒരു കാഴ്ച ബസ്സിലിരുന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഏറ്റവും ചിലവ് കുറഞ്ഞ് വരാനായിട്ട് വരുന്നത് ബസ് മാർഗ്ഗമാണ്. ബസ്സിൽ വരാനായിട്ട് KSRTC ആയിരിക്കും ഏറ്റവും നല്ല ചോയ്സ് എന്ന് പറയുന്നത്. അതല്ലാതെ പ്രൈവറ്റ് ബസ്സുകളും ഇഷ്ടംപോലെ സർവീസ് നടത്തുന്നുണ്ട്. തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടിൻ്റെയും അതായത് തമിഴ്നാട്ടിലെ പ്രൈവറ്റ് ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നുണ്ട്. ഈ ഒരു റൂട്ട് അങ്ങ് വരെ ഉടുമ്പൽപേട്ട് വരെ പോകാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു വഴിയാണ്. ഞാനായാലും കുറച്ചുകൂടി മുമ്പോട്ട് പോയി കാണിച്ചു തരാം. ഞാൻ ആദ്യം പറഞ്ഞത് 30 കിലോമീറ്ററോളം ഉണ്ടെന്നാണ്. ആക്ച്വലി 24 കിലോമീറ്റർ ആണ് കേട്ടോ. നമ്മുടെ ലക്കം വാട്ടർഫാൾസ് ഉണ്ടല്ലോ, ലക്കം വാട്ടർഫാൾസിൽ ഇപ്പം കുറച്ച് വെള്ളമേ ഉള്ളൂ. എന്നാലും ആ ഒരു ലക്കം വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു ജാഗ്രണ്ട പൂത്ത് നിൽക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അപ്പം ഗൂഗിൾ മാപ്പിൽ ലക്കം വാട്ടർഫാൾസ് നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടും. അതിട്ടായാലും നിങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് പറ്റും. വാട്ടർഫാൾസിൽ നിന്ന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജാഗ്രണ്ട മരങ്ങൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഈ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു KSRTC ബസ് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ജാഗ്രണ്ട പൂക്കളുടെ ഇടയിലൂടെ ആ ഒരു KSRTC ബസ്. ആക്ച്വലി ഇത് ഞാൻ മുകളിൽ നിൽക്കുമ്പോൾ വരുമായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ടല്ലേ. നമുക്ക് അതിൽ ഇത് മിക്കവാറും ഉടുമ്പൽപേട്ടിന് പോകുന്ന ഒരു ബസ്സായിരിക്കും. ഏതായാലും വരട്ടെ. ഈ ഒരു മരത്തിന് പകരം ആ ഒരു ജാഗ്രണ്ട മരമായിരുന്നു ഇവിടെയെങ്കിൽ കുറച്ചും കൂടി കാണാൻ ഭംഗി വന്നേനെ.